മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഈവു ടൗൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല വൃത്തിയുള്ള റോഡാണ്. എന്ത് രസമാണ്, മരങ്ങളെല്ലാം വെച്ചിട്ട്. ചൈനക്കാർ മരങ്ങളെ കൊണ്ടുള്ള കളിയാണ്. ഇനിയിപ്പം ഏത് ഹൈവേ ആണെങ്കിലും ടോൾ ആണെങ്കിലും അതിൻ്റെ നടുക്കും രണ്ട് സൈഡിലും അവർ മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അത് അവരൊരു രീതി, അവരുടെ ശൈലി അത്. പിന്നെ 2 ദിവസമായിട്ട് നല്ല മഴയും. നമ്മൾ ഷങ്ങായിന്ന് മുതൽ, അതായത് നഞ്ചിങ് തുടങ്ങിയ മഴ. ബീജിങ്ങിൽ മഴയൊന്നുമില്ല, പക്ഷെ നഞ്ചിങ്ങിൽ നല്ല തണുപ്പുണ്ട്. അവിടെ നഞ്ചാങ്, പിന്നെ അവിടെ നല്ല മഴയുണ്ടായിരുന്നു. അത് നമുക്ക് ഷങ്ങായി വരെ കിട്ടിയിരുന്നു. അപ്പോൾ ആ മഴ ഇതാ ഇവിടം വരെ. ഇന്നലെല്ലാം നല്ല ചെറുങ്ങനെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാട്ടെ, കുറച്ചൊരു ഇരുണ്ട പോലെയുള്ളത്. ഒരു 11 മണിയായിട്ടും സൂര്യനൊന്നും കാണുന്നില്ല. പക്ഷേ ബീജിങ് പോലെ അല്ല കേട്ടോ. ബീജിങ്ങിനേക്കാൾ ഏറ്റവും രസം ഇവും അതുപോലെ തന്നെ ഷങ്ങായി ആണ്. ഷങ്ങായി പിന്നെ നൈറ്റാണ്, ലൈറ്റ് കൊണ്ടുള്ള കളിയാണ്. നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ, ഈ ഒരു റഷ്യ മോസ്കോയിലെല്ലാം പോയൊരു ഫീൽ ആയിരുന്നു ഷങ്ങായി പോയ സമയത്ത്. ഷങ്ഹായ് ഭയങ്കര മുഞ്ചുള്ള സ്ഥലമാണ് ചൈനൻ്റെ. ബീജിങ് പിന്നെ എനിക്കൊന്ന് ഗ്രേറ്റ് വാൾ മാത്രമേ ഉള്ളതുകൊണ്ട് അത്ര ആ സ്ഥലം കുറച്ച് ഫേമസ് ആയിരുന്നുള്ളൂ. പക്ഷെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല. അവിടെ നഞ്ചെങ്കിലും നല്ല ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റ് എത്തിയിട്ടില്ല, പക്ഷേ ഇത് ഓരോരോ സ്ട്രീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നതാണ്. ഇതുണ്ട് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം വേറെ തന്നെ പ്രത്യേകതയാണ്. എല്ലാം ഒന്നിച്ച് ഇവർ തുറക്കൂല. ചില സമയത്ത് 2 ലെഫ്റ്റും ഒന്നിച്ച് തുറക്കും. അതായത് റഷ്യ പോലെ ഒരേ സമയം ക്രോസ് ചെയ്യുന്ന പരിപാടി ചൈനയിലില്ല കേട്ടോ. അത് ഈ സീബ്ര ക്രോസിംഗ് ആണ് അവർ തുറന്നിടുക. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റാണ്. പിന്നെ ചൈനീസ് വണ്ടികളുടെ ഒരു കലവറയാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ചൈനീസ് വണ്ടികൾ. എന്നാലും BMW പിന്നെ ടൊയോട്ടയും അങ്ങനെല്ലാം കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്. വോക്സ് വാഗൻ്റെ വണ്ടിയുള്ളതാ ഇഷ്ടംപോലെ. ഇവിടെ ബെൻസ് കുറേ കാണുന്നുണ്ട്. ബെൻസ്, BMW, വോക്സ് വാഗൺ ആണ് കൂടുതലും ചൈനയിലുള്ള. അപ്പോൾ ചൈനൻ്റെ വണ്ടികളെക്കാട്ട് കൂടുതൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റുള്ള ബ്രാൻഡുകളാണ് ഇത്. പിന്നെ ഇവരെ കുറേ കുഞ്ഞു ഓട്ടോറിക്ഷ പോലത്തെ വണ്ടികൾ, കുഞ്ഞ് നാനോ ഇല്ലേ, നമ്മൾ ടാറ്റ നാനോ അതുപോലത്തെ ഒരു ചെറിയ കാറെല്ലാം കാണുന്നുണ്ട് ഇവിടെ. മാക്സിമം ചൈനയിലെ വീഡിയോകൾ എഡിറ്റ് ഇല്ലാണ്ട് ഓരോരോ 3 മിനിറ്റ് വെച്ച് പിന്നെ ഫേസ്ബുക്കിൻ്റെ വീഡിയോവും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യേണ്ട സമയമില്ല. മാക്സിമം വീഡിയോസ് ഒരു ദിവസം 10-15 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുക, ഇതാണ് പ്ലാന്. നമുക്ക് പോകുന്നത് റൈറ്റാണ്. വേണ്ട ഈ സമയം റൈറ്റ് ഓൺ ആക്കുമ്പോൾ പിന്നെ ഈ ബൈക്കുകാർ എല്ലാ നാട്ടിലും ഒരേ സ്വഭാവം കേട്ടോ. ശരിക്കും ഇവനക്ക് അവിടുന്ന് വരേണ്ട ഓപ്ഷനൊന്നുമില്ല. ഇവൻ അവിടുന്ന് പറന്ന്